ഇന്നാണ് നമ്മൾ പുട്ടുംകുറ്റിന്റെ എൻഗേജ്മെന്റ് ഉണ്ടാവും. ഇവിടെ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത്? പുട്ടുംകുറ്റി എങ്ങനെ എൻഗേജ്മെന്റ്? ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്ന പുട്ടുംകുറ്റി അല്ല. ബസ്സിൽ എനിക്കൊരു ഗാങ്, അതിൽ ഞങ്ങൾ 4 ആൾക്കും 4 പേര്. അതിൽ ഒരാളാണ് പുട്ടും എൻഗേജ്മെന്റ് ആണ്. ഈ വണ്ടി മാസിൽ ഓടിക്കുന്ന ആളാണ് കടലുണ്ടാവും. പിന്നെ അതിലേക്ക് കടലയും കൂടെ പിന്നെ ഒരാളും കൂടെ ആളാണ് സർക്കാരിനോട് വന്നിട്ടുണ്ട്. ഇവിടെ എത്തി ഞങ്ങൾ കണ്ട നമ്മുടെ സാക്ഷാൽ പുട്ടുംകുറ്റി എന്ന സുന്ദരിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. കടലൊരു ഇൻവെർട്ടർ ആയതുകൊണ്ട് എന്റെ ഈ ക്യാമറ പ്രസനം ഓൾക്ക് ഭയങ്കര സഹിച്ചു വലിഞ്ഞ് ഞങ്ങൾക്ക് നല്ല വെള്ളമൊക്കെ കിട്ടി. അങ്ങനെ പിന്നെ ഭയങ്കര തിരക്കിലായിരുന്നു, ഓടിപ്പോയി. ഞാനും കടൽ എന്ത് ചെയ്താ റൂമിൽ പെടിയിരുന്നു ഓരോ കമന്റ്. അങ്ങനെ കുറച്ച് ഇപ്പൊ നമ്മള് പുതിയാപ്പിള എത്തിയിട്ടാ. എന്താ പേര്? ഞാൻ അതിന്റെ മറവിൽ നിന്നൊക്കെ കാണാൻ വിചാരിച്ചത്. കറക്റ്റ് ഞങ്ങൾ മുന്നേ വേറൊരാൾ മന്മതിൽ കിട്ടി. അവസാനം ഞങ്ങൾ എങ്ങനെയൊക്കെ പുറത്ത് കിടന്ന്. ആളെ പേരറിയാത്തോണ്ട് കടൽ ഷൂ പറഞ്ഞിട്ടൊക്കെയാണ് ആളെ മാറ്റിയത്. ഒരു ടീം വന്നപ്പോ കടൽ എനിക്ക് ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. എന്താ ടെൻഷൻ ഇല്ല. ഓള് പറയാം ആ ടൈമിൽ നമുക്കൊരു ധൈര്യം എക്സ്പീരിയൻസിനാണ്. ഇങ്ങക്കും ധൈര്യങ്ങൾ വരാറുണ്ട്. കമന്റ് ചെയ്യും. അങ്ങനെ പിന്നെ മുട്ടായി എടുക്കുന്ന ചടങ്ങ്. എന്റെ കണ്ണ് ഫുള്ളാ ചോക്ലേറ്റും ഒക്കെ ആയിരുന്നു. കടലൊക്കെ ഒരു മാറ്റമില്ല. അതുപോലെ പിന്നെ നമ്മൾ നേരത്തെ കാലത്ത് ഫുഡ് കഴിക്കാനായിട്ട് ഒരു പരിപാടിക്ക് അങ്ങനെ പിന്നെ നമ്മൾ പുട്ടുവിനെ അവളുടെ ചെക്കൻ്റെ ഫോട്ടോ എടുത്ത് അവളുടെ യാത്രയും പറഞ്ഞു. ഞങ്ങൾ നോക്കുമ്പോണ്ടാ ഞങ്ങളുടെ വണ്ടിക്ക് പോകാൻ അവിടെ സ്ഥലം ശക്തമായി നിരീക്ഷിച്ചു. വണ്ടി അതിന്റെ ഉള്ളിൽ കൂടെ എടുക്കാന്ന് പ്ലാൻ. ഫൈനലി ഞങ്ങളുടെ പദ്ധതി വിജയിച്ചു. അപ്പൊ ഇന്നത്തെ സത്രം. അപ്പൊ ശരി, ബാക്കി നാളെ.